ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ മരുമക്കത്തായും മക്കത്തായ സമ്പ്രദായമൊക്കെ വെച്ചുകൊണ്ടാണ് ഏക സിവിൽ കോഡിനെ എതിർക്കുന്നത് PM നിയാസ്. അത് എത്രയോ കാലം മുമ്പ് ഇവിടെ നിന്നും പോയതാണ്. കുറെ ചോദ്യങ്ങൾ PM നിയാസ് എന്നോട് ചോദിച്ചു. ഓക്കെ, അല്ലൊരു കാര്യം, കുറെ ചോദ്യങ്ങൾ എന്നോട് PM നിയാസ് ചോദിച്ചു. PM നിയാസ് താൻ ആരാടോ എന്നുള്ള ശൈലിയിൽ ചോദിച്ചു. PM നിയാസിന് പ്രാന്ത് വന്നിട്ടേ. കാരണം എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുമ്പോൾ ദേഷ്യം വരികയാണ്. അദ്ദേഹം വളരെ ജെന്റലായിട്ടുള്ള ആളാണ്, അങ്ങനെ പെരുമാറുന്ന ആളാണ്. പക്ഷെ ഞാൻ അങ്ങയെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞാനത് വിചാരിച്ച് തിരിച്ചങ്ങനെ വിളിക്കാനും പോകുന്നില്ല. എത്രയോ പാരമ്പര്യമുള്ള പിതാവിൻ്റെ മകനാണ്. അങ്ങ് ഒരു മെയിൽ ഷോവനിസത്തിൻ്റെയും മതാടിസ്ഥാനത്തിൽ മാത്രം ചിന്തിക്കുന്ന പൗരുഷ മേധാവിത്വയുടെയും ഒരു വക്താവായി മാറി എന്ന് പറയപ്പെടുന്നതിൽ വളരെ ദുഃഖമുണ്ട്. അങ്ങ് തന്നെ തിരുത്താൻ ശ്രമിക്കുക. രണ്ട്, അങ്ങ് വലിയൊരു ആരോപണം ഉന്നയിച്ചു. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയപ്പെടുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ലംഘിക്കുന്നു എന്ന്. കൃത്യമായി പറയാം, അതിനുള്ള അവകാശം ലംഘിക്കുന്നില്ല. UCC നടപ്പിലാക്കുന്നതിനെതിരെ എതിർക്കുന്നവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആരോപണമായിരുന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മതസ്വാതന്ത്ര്യത്തെ ലംഘിക്കുമെന്നതും അത് മൗലിക സ്വാതന്ത്ര്യത്തെ ലംഘിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ കുറെ കാര്യം പറഞ്ഞു. 2003 വളമറ്റം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആർട്ടിക്കിൾ 25 ഒരു മതത്തിന്റെ അവിഭാജ്യ ഘടകമായ ആചാരങ്ങൾ എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം മാത്രമേ സംരക്ഷിച്ചു തരുന്നുള്ളൂ. പകരം മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ആർട്ടിക്കിൾ 25 സംരക്ഷണം അവകാശപ്പെടാനാവില്ലെന്ന് ബഹുമാനായ അഡ്വക്കേറ്റ് സുപ്രീം കോടതി പറഞ്ഞത് ഒന്ന് പഠിച്ചാൽ നിങ്ങൾ കൊള്ളാം. രണ്ട്, നിങ്ങൾ ഇതിനെതിരെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇനി നമുക്ക് ഈ പഠനം ഈ പുസ്തകങ്ങൾ ഇങ്ങനെയുള്ള 150 പേപ്പറുകൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പറയാം. അദ്ദേഹം ചോദിച്ചു, ഋതുമതിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ശബരിമലയിൽ കയറാൻ പറ്റുമോ ഇല്ലയോ? അതാണോ യൂണിഫോം സിവിൽ കോഡ്? അതാണോ യൂണിഫോം സിവിൽ കോഡ്? മതങ്ങളിലുള്ള വിശ്വാസം, മതങ്ങളിലുള്ള ആചാരങ്ങളിലുള്ള വിശ്വാസം, അതൊന്നും യൂണിഫോം സിവിൽ കോഡ് തടയുന്നില്ല. അത് ഈ നിയാസ് പോലെയുള്ള ആളുകളുടെ ഫാക്ടറികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വലിയ മതാടിസ്ഥാനത്തിലുള്ള വർഗീയ ചേരിതിരിവിനുള്ള ഒരു തട്ടിപ്പാണ്. നിയാസിനെ പോലുള്ള ആളുകളിൽ നിന്നൊക്കെ അത്രയും വർഗീയവാദം തുപ്പുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. നാളെ എന്തൊക്കെയാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നതെന്ന് നമുക്കറിയാം. അത് പഠിക്കണമെന്ന്. എന്താണ് ഋതുമതിയായിട്ടുള്ളൊരു യുവതിക്ക് ശബരിമലയിൽ കയറുവാൻ പറ്റുമോ എന്ന ചോദ്യം എന്ന് പറയപ്പെടുന്നത് വ്യക്തിപരമായിട്ടുള്ള അവരുടെ പേഴ്സണൽ വിശ്വാസമാണ്. നിങ്ങളുടെ ഒരു സ്ത്രീക്ക് പള്ളിയിൽ കയറണോ വേണ്ടയോ എന്നുള്ള അവരുടെ അവകാശം പോലെയുള്ള ഒരു വിശ്വാസം തന്നെ. നിസ്കരിക്കണോ, പള്ളിയിൽ നിസ്കരിക്കണോ വേണ്ടയോ എന്നുള്ള അവകാശം പോലെ തന്നെ ഋതുമതിയായ ഒരു സ്ത്രീക്ക് അച്ഛൻ്റെ സ്വത്ത് വീതം വെച്ച് കൊടുക്കില്ലെന്ന് ഒരു തരത്തിലും പറഞ്ഞിട്ടില്ല കേട്ടോ ഹിന്ദു സമൂഹത്തിൽ. നിങ്ങൾ അതിനെ ഇതുമായിട്ട് കൂട്ടി യോജിപ്പിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഒരു കാര്യത്തിൽ സ്കിപ്പ് ചെയ്തു പോയി. ഭയങ്കര സൂത്രക്കാരനാണ് നിയാസ്, നല്ല രാഷ്ട്രീയക്കാരനാണ്. എന്താ സ്കിപ്പ്? 2 പെൺമക്കൾ മാത്രമാണ് ഉള്ളത് എങ്കിൽ ആ സ്വത്ത് അവർക്ക് കൊടുക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ 3 സഹോദരിമാരും 3 സഹോദരന്മാരുള്ളവരുടെ കഥ പറയാ. 2 കുട്ടികളിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉള്ളവരുടെ കഥ പറയാ. ആ കഥയല്ല നിയാസെ ചോദിച്ചേ. ഒരു മാസം മുമ്പ് തൃശ്ശൂർ ജില്ലയിലെ ഒരു കേസ് എൻ്റെ കോടതി ഓഫീസിൽ നിന്ന് വന്ന് ഞാൻ കാണിച്ചു തരാം. എന്താ അറിയോ? 2 പാവപ്പെട്ട പെൺകുട്ടികൾ, അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്. നിയാസ് തൃശ്ശൂരിൽ നിന്ന് നിയാസിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്ത് പോണ വഴിയാണ്. ഞാൻ അവരുടെ സ്ഥലവും പേരും പറയാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് പറയാത്തതാണ്. ആ ബിൽഡിങ് അച്ഛനൊരു സുപ്രഭാതത്തിലെ ആശുപത്രിയിൽ കിടന്ന് മരിച്ചപ്പോൾ ഈ അനിയന്മാരെടുത്തുകൊണ്ട് പോയി. മനസ്സിലാവുണ്ടോ? ആ പാവപ്പെട്ട കുട്ടികൾ പെരുവഴിയിലായി. അതിനെ ന്യായീകരിക്കുക ഒരു ഉളുപ്പില്ലാതെ. കഷ്ടം നിയാസെ. കോൺഗ്രസ്സുകാരൻ, മതേതരത്വം, ജനാധിപത്യം, ഓലക്കായിരുന്നല്ലേ മനസ്സിലിരിപ്പ്. സാധാരണ പിന്നെ മരുമക്കത്തായത്തിനെയും അംഗീകരിക്കുക. മക്കത്തായും മരുമക്കത്തായത്തിനെ ഇതിനെ നിങ്ങൾ ഉദാഹരിക്കപ്പെടുന്നത് മക്കത്തായും മരുമക്കത്തായൊക്കെ പോയി സാറേ. അതൊന്നല്ല ഇപ്പോഴത്തെ കഥ. അതൊക്കെ കൃത്യമായിട്ട് തന്നെ നടപ്പിലാക്കണം. ഇനി അങ്ങനെ വല്ലോടത്തും ഒരു തെറ്റുണ്ടെങ്കിൽ ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയപ്പെടുന്നത് വരണമെന്നേ. അവിടെ ഹിന്ദു വിഭാഗത്തിലുള്ള കുഴപ്പങ്ങൾ, മുസ്ലിം വിഭാഗത്തിലുള്ള കുഴപ്പങ്ങൾ, ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള കുഴപ്പങ്ങൾ, ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ച് ആണിനും പെണ്ണിനും ഒരുമിച്ചുള്ള അവകാശങ്ങൾ കിട്ടുന്നതിൽ എന്താണ് സാറേ കോൺഗ്രസ് നേതാവേ നിങ്ങൾക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ട്?
അവിടെയാണ് പറയുന്നത് വർഗീയവാദവും പുരുഷ മേധാധിപത്യവും നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ ഇടകലർന്ന് വ്യായാമം ചെയ്യുന്നവരോട് തോന്നിയ കണ്ണുകൾക്കുള്ള ദേഷ്യമുണ്ടല്ലോ, ആ ദേഷ്യം നിയാസിന്റെ കണ്ണുകളിലുമുണ്ട്, നിയാസിന്റെ മനസ്സിലുമുണ്ട്. അതാണ് ഒരു സമൂഹത്തെ നിങ്ങൾ വേർതിരിച്ച് തന്നെ കാണുന്നു. അവർ അടുക്കളയിൽ തന്നെ ഇരുന്നാ മതി എന്ന് പറയപ്പെടുന്നു, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ തന്നെ നിന്നാ മതി എന്ന് പറയുന്നു. ഒരു മകളുടെ അച്ഛനായ നിയാസിൽ നിന്ന് വാക്കുകൾ കേൾക്കുമ്പോ പുച്ഛം തോന്നുന്നു എന്നല്ലാതെ അങ്ങയോട് വേറൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങ് രാഷ്ട്രീയ നേതാവാണ്, പക്ഷേ ആ രാഷ്ട്രീയ നേതാവിന്റെ അകത്ത് ഒരു വർഗീയ ചിന്താഗതിയും ഒരു പുരുഷ മേധാവിത്വവും കുന്നുകൂടിയിട്ട് അതിനെ എതിർക്കുന്നതിന് ഈ നിയമത്തെ എതിർക്കുന്നതിൽ അങ്ങ് കാണിച്ച ആ ഒരു പ്രവൃത്തി ഈ സമൂഹം വിലയിരുത്തട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയപ്പെടുന്ന ആർട്ടിക്കിൾ 25 എന്ന് പറയപ്പെടുന്നതിനെ യാതൊരുവിധ തരത്തിലും ലംഘിക്കപ്പെടുന്നില്ല എന്ന് സുപ്രീം കോടതി കൃത്യമായി തന്നെ ഒരു കേസ് ലോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ കേസ് ലോയിന്റെ വിധിന്യായം അങ്ങേക്ക് ഞാൻ അയച്ചു തരാം, അങ്ങ് അത് പഠിച്ചുകൊള്ളുക. അങ്ങ് ഒരു വക്കീലായിരുന്നിട്ട് പോലും സ്ത്രീധനം കൊടുക്കുന്ന വിഷയം തന്നെയാണ് അങ്ങ് കോട്ട് ചെയ്തത്. അത് അങ്ങയുടെ സ്ലിപ്പ് ഓഫ് ടങ് എന്ന് പറയപ്പെടുന്നത് ഞങ്ങൾ അങ്ങ് വിട്ടേക്കാം. കൃത്യമായി പറഞ്ഞു അങ്ങ് ആ പെൺകുട്ടിക്ക് കൊടുക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് കല്യാണ സമയത്ത് ഞങ്ങൾ കൃത്യമായി കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് സ്ത്രീധനം തന്നെയാണ്. അതിന് അവകാശമായി കണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആസ് ആൻ അഡ്വക്കേറ്റ് എന്ന് പറയപ്പെടുന്നതിൽ എനിക്കറിയില്ല. അതങ്ങനെ ചർച്ചയുടെ ഭാഗമായി ന്യായീകരിക്കുന്നതിന്റെ ഭാഗമായി പറഞ്ഞു എന്ന് വെക്കാം. ബഹുമാനായ നിയാസ് ഒരു കാര്യം മനസ്സിലാക്കണം, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയപ്പെടുന്ന ഒരുത്തന്റെയും അവകാശങ്ങളെ നശിപ്പിക്കുന്നതല്ല, ഒരുത്തന്റെയും വിശ്വാസങ്ങളെ തകർക്കുന്നതല്ല, ഒരുത്തന്റെയും ആചാരങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റവുമല്ല, മറിച്ച് പിന്നോക്കം നിൽക്കുന്ന ആളുകൾ വളർന്നു വരണം, അവരെ കൈപ്പിടിച്ചുയർത്തണം. ജാതി മത വർഗ വർണ്ണ വിവേചനമില്ലാതെ ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരുപോലെ എല്ലാവർക്കും ഈ സമൂഹത്തിൽ ഉത്തരവാദിത്വവും അവകാശവും ഉണ്ട് എന്ന് പറയപ്പെടുന്ന വിശാല കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിന്റെ പേരാണ് യൂണിഫോം സിവിൽ കോഡ്. അത് കോൺഗ്രസിന് സാധിക്കുന്നില്ല, അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. ആ കാഴ്ചപ്പാടിന്റെ കുഴപ്പമുള്ളത് കൊണ്ടാണ് നിയാസിന് ദേഷ്യം വന്നത്. ജെന്റിൽമാനായ നിയാസിന് കൃത്യമായിട്ട് ഈ സമൂഹത്തിനെതിരായി വർത്താനം പറയേണ്ടി വന്നത്, കൃത്യമായിട്ട് ജെന്റിൽമാനായ നിയാസിന് താനെന്ന് ഈ ചർച്ചയിൽ വിളിക്കേണ്ടി വന്നത് അതെന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ ഈ വിശാല സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നിയാസെ ഒരു കാര്യം എഴുതി വെച്ചോ, VD സതീശൻ അവിടെ പ്രസംഗിക്കുന്ന കാര്യമൊന്നും പ്രവർത്തിക്കുന്ന കാര്യം വേറെയുമായിട്ടുള്ള വഖാഫിലും അതെ, ഈ യൂണിഫോം സിവിൽ കോഡിലും അതെ, BJP എന്താണോ മുന്നോട്ട് വെക്കുന്നത് ആ മുന്നോട്ട് വെക്കുന്ന കാര്യം തന്നെ കൃത്യമായി നടക്കും. കളക്ടർക്ക് അധികാരം കിട്ടും, MP-ക്ക് അവിടെ സ്ഥാനമുണ്ടാകും. അവിടെ സർവേ നടത്തുന്നത് കളക്ടർ നിശ്ചയിക്കുന്ന, MP നിശ്ചയിക്കുന്ന സുന്നിയും ഷിയയും അഹമ്മദീരും ജമാഅത്ത് ഒക്കെ അടക്കമുള്ള നിങ്ങളുടെ മേലൊക്കെ വിഭാഗങ്ങളുണ്ട്, ആ വിഭാഗങ്ങളൊക്കെ അടക്കുന്ന കമ്മിറ്റി തന്നെയായിരിക്കും. അതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. നഷ്ടപ്പെടുന്ന ഭൂമി എന്ന് പറയപ്പെടുന്നത് അത് അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് പറഞ്ഞത് സച്ചാർ കമ്മിറ്റി പഠിച്ച റിപ്പോർട്ട് അടക്കം, കോൺഗ്രസിന്റെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ വെച്ച റിപ്പോർട്ട് അടക്കം നിങ്ങൾ പഠിക്കണം. ഇത് ഏകീകരിക്കണമെന്നും റീസർവേ നടത്തണമെന്നും കോടിക്കണക്കിന് സ്വത്ത് നഷ്ടപ്പെടുത്തുന്നുവെന്നും ഭൂമികൾ അന്യാധീനപ്പെടുന്നുവെന്നും ഇതിന്റെ സിസ്റ്റം ശരിയല്ല എന്നും വഖഫ് തിരുത്തണമെന്നും അതിന്റെ ബോർഡ് രൂപീകരിക്കുന്നതിലെ ശൈലി മാറ്റണമെന്നൊക്കെ പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്, കോൺഗ്രസ് വെച്ച കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ പൂർണ്ണ രൂപം അങ്ങേക്ക് വേണമെങ്കിൽ ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ന് നിങ്ങൾ ജാതിയുടെയും മതത്തിന്റെയും 10 വോട്ടുകൾക്ക് വേണ്ടി തമ്മിൽ തല്ലിച്ച് അതിന്റെ രക്തമൂറ്റിയെടുക്കുന്ന രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുമെങ്കിൽ വ്യക്തമായി BJP പറയുന്നു അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. BJP പറയുന്ന സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ സ്വത്താവകാശത്തിന് വേണ്ടിയാണ്, ജനങ്ങൾ സമൂഹത്തിനകത്ത് ഒരുപോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അത് വഖഫിലും അതെ, UCCയിലും അതെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറുത്ത ദിനം ആചരിച്ചു കൊള്ളുക, നിങ്ങളുടെ മനസ്സ് കറുപ്പിച്ചു കൊള്ളുക, നിങ്ങളുടെ കണ്ണുകളിൽ ഇരുട്ട് വരുത്തിക്കൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നതാണ് ശരിയെന്ന് ചിന്തിച്ചു കൊള്ളുക. അതൊക്കെ അവിടെ നടക്കും. ഞങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു നിയാസുമാർക്കും അത് തടയാൻ പറ്റില്ല, ഒരു കോൺഗ്രസ്സുകാർക്കും അത് തടയാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കോട്ടെ. നുസ്രത്ത്, വളരെ പുരോഗമനപരമായ ഒരു ദിവസം, അത്തരത്തിൽ തീരുമാനം എടുക്കപ്പെട്ട ഒരു ദിവസം നമുക്ക് ഈ ദിവസത്തെ വിശേഷിപ്പിക്കാം. അങ്ങേക്ക് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ ഒട്ടേറെ പറഞ്ഞിട്ട് സമയം കളയാൻ വേണ്ടിട്ടാ നിങ്ങൾ കലമ്പീറ്റാണ് ഇപ്പൊ ഇത്ര സമയം പോയത്. വെറുതെ നല്ലോണം സെക്യുലറിസം എന്ന് പറഞ്ഞിട്ട് വരുമ്പോ അതിനെതിരെയുള്ള കാര്യമാണെങ്കിൽ ഞാൻ മറുപടി പറയും.
നീലിമയുടെ സെക്യുലറിസം പറഞ്ഞിട്ടോ ഒറ്റ കാര്യമാണ് ഇയാസ് പറയുന്നത്. ഇയാസ് ഇവിടെ ഉല്ലാസ് ബാബു ഉല്ലാസ് ബാബു ഞാൻ താങ്കളെ തിരിച്ചിട്ടുണ്ട്. ഉല്ലാസ് ബാബു ഉല്ലാസ് ബാബു ഉല്ലാസ് ബാബു ഉല്ലാസ് ബാബു ഉല്ലാസ് ബാബു ഞാൻ താങ്കളത് തിരിച്ചിട്ടുണ്ട്. അങ്ങ് അത് കേട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് തിരുത്താൻ വേണ്ടിയാണ് പറഞ്ഞത്. അത് എല്ലാവർക്കും പറഞ്ഞത് മുസ്ലിംന്റെ അടുത്ത് പറഞ്ഞിട്ട് UCC-യിൽ പറഞ്ഞിട്ടില്ല നിയാസിന്റെ പാർട്ടി ഒന്ന് ആലോചിക്കണം. ഈ ലോകത്തുള്ള ജനങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ബില്ലല്ല. ഈ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട മൈനോറിറ്റികൾ 5 എണ്ണവും ബാക്കി എത്രയോ മൈനോറിറ്റികൾ ഉണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്ത പരിഭവം മുസ്ലിങ്ങൾക്ക് മാത്രം, മുസ്ലിം ലീഗിനും കോൺഗ്രസിനും മാത്രമുണ്ട്. ഒരു ഇരവാദം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രം, ഒരു നിയമം, ഒരു നീതി എന്നതിലേക്ക് രാജ്യം പോകുമ്പോൾ ഇവിടെ കുറച്ച് വോട്ട് ബാങ്കിന് വേണ്ടി, ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വോട്ടിന് വേണ്ടി ആ വിഭാഗത്തെ മുഴുവൻ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നീക്കമാണ് നടക്കുന്നത്. UCC-യുടെ കാര്യത്തിലായാലും വഖഫ് ഭേദഗതിയുടെ കാര്യത്തിലായാലും ഇതുതന്നെയാണ് നടക്കുന്നത്. വളരെ പ്രബുദ്ധരായ ജനത ഈ സത്യം ഉൾക്കൊള്ളും എന്ന് വിശ്വസിക്കുകയാണ്.